അൽഹംദുലില്ലാഹ്. ഇന്ന് ഞങ്ങളുടെ യാത്ര ബദറിലേക്കാണ്. മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് 150 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം നടന്ന രണഭൂമിയാണ് ബദർ എന്ന് പറയുന്നത്. യൗമുൽ തഖൽ ജംആൻ, യൗമുൽ ഫുർഖാൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ബദർ ഇപ്പോൾ എല്ലാവരും സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ബദർ യുദ്ധവേളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികൾ, പ്രത്യേകിച്ച് അൻസ്വാരികൾ വളരെ ആദരവോടെ സുരക്ഷിതമായ ഇരുത്തിയ ഒരു സ്ഥലമാണ് അരീഷ് എന്ന് പറയുന്നത്. ആ അരീഷ് ഉള്ള സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ അരീഷ്. അൽഹംദുലില്ലാഹ്. ബദർ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് എല്ലായ്പ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് മസ്ജിദ് അരീഷ്. നല്ല സുന്ദരമായ പള്ളി. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക വമഗ്ഫിറതിക വഅദ്ഖിൽനി ഫീഹാ ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. മർഹബയിലെ ഉസ്താദ് സഅദി ഉസ്താദ് മാഷാ അല്ലാഹ് സംഘത്തെ നയിച്ചുകൊണ്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജറ 2-ാം വർഷം നടന്ന യുദ്ധമാണ് ബദർ. 70 ചില്ലാനം വരുന്ന വചനങ്ങളിലൂടെ, ആയത്തുകളിലൂടെ യുദ്ധത്തെ നിരുത്സാഹപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സഹിച്ച് ക്ഷമിച്ച് ഒരുപാട് അനുയായികളെ ഷഹീദായി വളരെയധികം ആക്രമിക്കപ്പെട്ട അവസ്ഥയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളെയും ഇവിടെയും വന്ന് ആക്രമിക്കാൻ ഒരുങ്ങിയ ഘട്ടത്തിൽ യുദ്ധത്തിന് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ശത്രുവ്യൂഹത്തെ പ്രതിരോധിക്കാനുള്ള സമ്മതം ലഭിച്ചത് വഴി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും 300 ചില്ലാനം വരുന്ന അനുചരന്മാരും വന്ന് ശത്രുക്കളോട് പ്രതിരോധിച്ച് പടതീർത്ത ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ യുദ്ധം ബദർ. ഖുർആൻ വിശേഷിപ്പിച്ച യൗമുൽ തഖൽ ജംആൻ, യൗമുൽ ഫുർഖാൻ. ആ യുദ്ധവേളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൻസ്വാരികൾ ഇരുത്തിയ സ്ഥലം. അല്ലാഹുമ്മ ലകൽ ഹംദു വ ഇലൈക്കൽ മുസ്തഖാ വ അൻതൽ മുസ്തആനു ഫലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ നിരതരായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ഇവിടെ ഞങ്ങളും ളുഹ നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്. പുതിയതായി ഒന്നുകൂടെ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബാത്റൂം സംവിധാനങ്ങൾ വളരെ വിപുലീകരിച്ച് സന്ദർശകർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്ത മസ്ജിദുൽ അരീഷിൻ്റെ പരിസരങ്ങൾ. ഹിജറ 2-ാം വർഷം ആരംഭിച്ച ഈ യുദ്ധത്തിൽ ആദ്യമായി യുദ്ധം ആരംഭിക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വന്ന പടയാളികൾ എല്ലാ സൗകര്യങ്ങളോടെയും എല്ലാ സജ്ജീകരണങ്ങളോടെയും വന്ന് മസ്ജിദുൽ അരീഷിൻ്റെ താഴ്ഭാഗത്താണ് ശത്രുസേന നിൽക്കുന്നത്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും വലീദും അടക്കമുള്ള വമ്പന്മാർ വന്ന് വെള്ളം സ്റ്റോക്ക് ചെയ്തു, എല്ലാം ഒരുക്കി വെച്ചു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൻസ്വാരികൾ ഇവിടെ ഇരുത്തി. സ്വഹാബിമാർ ഇവിടെ സ്റ്റെപ്പായി നിന്നു. ആ സമയത്താണ് ഒരു മഴ വർഷിച്ചു. മുകളിൽ നിന്നുള്ള കുത്തിയൊഴുക്കിലൂടെ ശത്രുസേന ഒരുക്കി വെച്ച വെള്ളം മലിനമായി പോയി. ആ മഴ മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമായി. മുകൾ ഭാഗത്തൊരു ഹൗദുണ്ടാക്കി വെള്ളം സ്റ്റോക്ക് ചെയ്തു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവരുടെ കിണറുകൾ, വെള്ളങ്ങൾ സ്റ്റോക്ക് ചെയ്ത ഹൗദുകൾ മുഴുവനും മലിനമായി. ഇവിടെ നല്ല ശുദ്ധമായ വെള്ളവും പെട്ടെന്ന് നിർമ്മിച്ചു, ഹൗദ് നിർമ്മിച്ചു. ഇത് പൊളിക്കാനാണ് ശത്രുക്കൾ ആദ്യം ശ്രമിക്കുന്നത്. വെള്ളം മാന്യമായി ചോദിച്ചാൽ കൊടുക്കുന്ന നബിയാണ് റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇവിടെ ഗുണ്ടായിസത്തിലൂടെ, അക്രമത്തിലൂടെ പൊളിക്കുമെന്നും തരണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വന്നപ്പോൾ അൻസ്വാരികൾ പ്രതിരോധിക്കാൻ ഇറങ്ങിയപ്പോൾ
ഇല്ല, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളെ നാട്ടിൽ നിന്ന് പേടിച്ചോടിയവർ വരട്ടെ എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ മുഹാജിറുകളായ സ്വഹാബിമാർ ഓരോരുത്തരായി യുദ്ധം ആരംഭിച്ചു. ദ്വന്ദ്വയുദ്ധത്തിലൂടെ പലരെയും കീഴ്പ്പെടുത്തി. അങ്ങനെ പിന്നീടുള്ള കൂട്ടമായ യുദ്ധമാണ് ബദറിൻ്റെ കഥ. ഹൗദ് നിന്നിരുന്ന സ്ഥലമാണ്. മാഷാ അല്ലാഹ്, വരുന്നവർക്കൊക്കെ ചായയും കോഫിയും വെള്ളവുമായി കച്ചവടക്കാർ സജീവമാണ്. ഹജ്ജിൻ്റെ വേളയിൽ മദീനയിൽ വന്ന ആദ്യ സംഘമാണ് ഞങ്ങൾ ബദറിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാഷാ അല്ലാഹ് ആൾ തിരക്കൊഴിവാണ്. എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഇവിടെ ബദറിനെ അനുസ്മരിച്ചു. അസ്മാ ബദറും ബദർ മൗലിദും ഓതി ഇനി ഇൻഷാ അല്ലാഹ് മക്ബറയിൽ ചെന്ന് യാസീൻ ഓതി ഞങ്ങൾ യാത്ര മടങ്ങും, മദീനയിലേക്ക് തന്നെ മടങ്ങും. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മാഷാ അല്ലാഹ്.